ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭാരതപ്പുഴയുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥാനത്താണ്. തിരുനാവായ, അതിൽ തവന്നൂർ എന്ന് പറയുന്ന കരയിലാണ്. തിരുനാവായ മറുകരയാണ് നാവാമുകുന്ദ ക്ഷേത്രം. ഇവിടെ തവന്നൂർ എന്ന ഭാഗത്ത് മഹാദേവ ക്ഷേത്രവും ബ്രഹ്മദേവൻ്റെ ക്ഷേത്രവും. ഈ സ്ഥാനം പണ്ട് ഗോവർദ്ധനപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്പൂതിരി വംശത്തിലെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥാനങ്ങളാണ്. വളരെ പവിത്രമായിട്ടുള്ള സ്ഥാനമാണ്. അപ്പോൾ ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സംഗമസ്ഥാനം, ത്രിമൂർത്തി സംഗമസ്ഥാനം, ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെയും നടുവിൽ വരുന്ന ത്രികോണം, അത് സാക്ഷാൽ രാജരാജേശ്വരിയുടെ സാന്നിധ്യമായിട്ടാണ് സങ്കല്പം. ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ഭാരതപ്പുഴയെ നോക്കി തൊഴുതു കഴിഞ്ഞാൽ കൈലാസം വരെയുള്ളതായിട്ടുള്ള എല്ലാ പുണ്യതീർത്ഥങ്ങളെയും ക്ഷേത്രങ്ങളെയും ദർശിച്ചതിൻ്റെയും ആ ഒരു പുണ്യം ലഭിക്കുമെന്നുള്ളതാണ് പൂർവികരുടെ എല്ലാം ഒരു വിശ്വാസം. അത് പ്രകാരം ഈ വരുന്ന ഇന്നിപ്പോൾ മാഘമാസം ആരംഭിച്ചിരിക്കുന്നു. മാഘമകം എന്നറിയപ്പെടുന്നതായിട്ടുള്ള കുംഭമാസത്തിലെ മകൻ നക്ഷത്രം ഈ വരുന്ന 3-ാം തീയതിയാണ്. ആ ദിവസം തൊഴുന്നത് ഏറ്റവും മകം തൊഴൽ തന്നെയാണ്. സാക്ഷാൽ രാജരാജേശ്വരിയുടെ സന്നിധിയായിട്ടുള്ള ഈ ത്രികോണ സ്ഥാനത്ത് വന്ന് നിളാദർശനവും രാജരാജേശ്വരി സങ്കല്പത്തോടു കൂടിയിട്ടുള്ളതായിട്ടുള്ള പ്രാർത്ഥനയും ത്രിമൂർത്തികളുടെ ദർശനവും എല്ലാം വളരെ വിശിഷ്ടമായിട്ടുള്ളതാണ്. എല്ലാവരും വന്ന് പങ്കുചേരുക, ധന്യരാവുക. അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, ദയാനന്ദാശ്രമം മഠാധിപതി, പാലക്കാട്. ഇവിടുത്തെ തവന്നൂർ.